വൈകുന്നേരമായി നമ്മുടെ ചായ കൂടിയൊക്കെ കഴിഞ്ഞു. ചായക്ക് കടി ഇന്ന് മിക്സറൊക്കെ ആയിരുന്നു. ഇന്ന് വൈകുന്നേരത്ത് കുറച്ച് പണിയൊക്കെ ഉണ്ട്. അമ്മയ്ക്ക് അവിടെ വേറെ ജോലി ചെയ്യാണ്, ഞങ്ങളന്ന് വീടെടുക്കും അല്ലേ. അപ്പോൾ വൈകുന്നേരത്തെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുണി തോന്നിയിട്ട് നമ്മൾ അലക്കി കഴിഞ്ഞു. ഇനിയില്ല കുറച്ചുകൂടി, അതും കൂടി ഒന്ന് തോരട്ടെ. കഴിഞ്ഞു അപ്പുക. ഇന്ന് ചൂടൊന്നുമില്ല അച്ഛാ. ചൂടില്ല, ചൂട് നല്ല ചൂടുണ്ട്. മഴ പെയ്യും തോന്നുന്നുണ്ട്. വിറകൊക്കെ അവിടെ നിന്ന് എടുത്തേക്കണം. സ്കൂളില്ലാത്ത ദിവസം മക്കളെ പണിയെടുപ്പിക്കുക തോന്നരുത് കേട്ടോ. ചെറിയ പണികളൊക്കെ അവർ ചെയ്ത് ശീലാവണം. എന്നാലാണ് അവർക്ക് എന്തെങ്കിലും ഒരു പണി കാണുമ്പോൾ മടിയില്ലാണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഉച്ചയ്ക്ക് തുണി തിരുമ്പിയിട്ടതാണ് കേട്ടോ. ഉച്ചയ്ക്ക് തുണി തിരുമ്പിയിട്ടപ്പോഴേക്കും ഏട്ടൻ്റെ കൂട്ടുകാരനൊക്കെ വന്നിട്ട് കുറേ നേരം വർത്താനം പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് അവരുടെ അടുത്ത് വർത്താനം പറയാൻ നിന്നിട്ട് തുണി തോരട്ടില്ല. വൈകുന്നേരം ആയപ്പോൾ പിന്നെ ഇങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നു. കുറച്ച് കേട്ടെ പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പം മഴക്കാറ് ഉണ്ട്. ലമ്മുട്ടി രണ്ട് കൈയും കൊണ്ട് പിടിച്ചടിക്കി കൂട്ടി പിടിച്ച്. അച്ചു ക്ഷീണിച്ചോ? അമ്മു എന്താ അമ്മുട്ടി എന്താ ഒരു ഉഷാറിൽ സംസാരിക്കാത്തതെന്ന്? എന്താ അമ്മു? എനിക്ക് ക്യാമറേൻ്റെ മുന്നിൽ തന്നെ ഇഷ്ടമല്ല. അമ്മൂന് ക്യാമറയുടെ മുമ്പിൽ വരാൻ ഇഷ്ടമല്ല കേട്ടോ. അമ്മൂന് ബേക്കിൽ നിന്ന് ക്യാമറയുടെ ബേക്കിൽ നിന്നിട്ട് നമുക്ക് അഭിപ്രായങ്ങൾ പറഞ്ഞു തരാനാണ് അമ്മൂന് ഏറ്റവും ഇഷ്ടം. ഇപ്പം നമ്മളിങ്ങനെ അമ്മു വായോ എന്ന് പറയുമ്പോൾ അമ്മൂന് ഒരു മടി. പിന്നെന്താ പ്രശ്നം? അതും കൂടി പറഞ്ഞു കൊടുക്ക്. പിന്നെന്താ എക്സാമൊക്കെ ഇല്ലേ, എൻ്റെ പേടി ഭയങ്കര പേടി. ഞാൻ പറഞ്ഞു ഒന്നല്ലെങ്കിൽ ജയിക്കാച്ചാ ജയിക്കട്ടെ, ഇല്ലെങ്കിൽ തോക്കട്ടെ. അതൊക്കെ നമ്മൾ വിചാരിച്ചിട്ട് ജീവിക്കാൻ പറ്റുമോ? അവൾക്കാണോ? തോറ്റില്ല. അവിടെ ഒരു മുത്തശ്ശനുണ്ട്. എവിടെ മുത്തശ്ശൻ? താഴത്തെ വീട്ടിലെ എന്താ വിജയമാമ എപ്പോൾ അമ്മൂനെ കണ്ടാലും ഇന്ന് രാവിലെ കണ്ടിട്ടും കൂടി എന്തായി ബുക്കുകൾ ഇരുന്ന് പഠിച്ചോളുണ്ട് കേട്ടോ. വായിച്ച് നല്ല പഠിച്ചോ, നല്ല ജോലിയാവണം, എന്താ ഉഷാറാവണം, അച്ഛനെയും അമ്മേനെയൊക്കെ നല്ല രീതിയിൽ നോക്കണ്ടേന്ന്. ആ വേണ്ട, ഇവിടെ കൂട്ടിയിട്ട് അങ്ങോട്ട് കളഞ്ഞാൽ മതി. ആ തിട്ടിൻ്റെ അവിടേക്ക് ആക്കണ്ട. നോക്കി നോക്ക്, അമ്മ മിറ്റടിച്ചിങ്ങനെ അച്ഛൻ കുറ്റം പറയും. നോക്കിയൊക്കെ കണ്ടോ ചിരട്ട അടിച്ചോ? അവള് ഉള്ളടിച്ചു അറിയോ? അവള് ഞാൻ രാവിലെ അടിച്ചു. രാവിലെ ഉള്ളടിച്ചു എന്നുള്ളതൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറയുകയാണ് കേട്ടോ. പാത്രം കഴുകാൻ കൂടി ഞാൻ പാത്രം തേച്ച് വെച്ചവയ്ക്കും അച്ചു വേഗം വന്ന് മോറി തന്നു കേട്ടോ. അപ്പോൾ അതാണ് പറയുന്നത്. രണ്ടുപേര് ഇതാ ഇവിടേക്ക് ഇങ്ങനെ കാണുമ്പോൾ എന്താ അമ്മൂനെ അച്ചുവാണ് ക്ലാസ് എടുത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഏട്ടൻ്റെ കൂട്ടുകാർ വരുമ്പോൾ കുറച്ച് എന്താ ചിക്കനല്ല ഇറച്ചി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഞാനത് അടുപ്പത്തേക്കായിരുന്നു, അതിൻ്റെ തിരക്കിലായിരുന്നു എന്താ ഇന്നലെ. അപ്പോൾ അവർക്ക് കുറച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകും വേണം. അവരുടെ ഭാര്യ എന്തോ അവിടെ ഇല്ലയെന്ന് തോന്നുന്നു. അപ്പോൾ കുറച്ച് ഉണ്ടാക്കിയിട്ട് കൊടുത്തു വിടാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ഉണ്ടാക്കാൻ പറ്റുമോ ചോദിക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റും. നമ്മുടെ വീട്ടിലത്തെ ഒരാളെ പോലെ വന്ന് പറയും പോലെ ഏട്ടാ. എന്താ ഏട്ടൊരു തവള അപ്പു അച്ചു നോക്കി നോക്ക്. ഡാ വലിയ തവളടാ, നോക്കി നോക്ക്. തൊണ്ട അമ്മു തവള കണ്ടിട്ട് എന്താ പേടി വെച്ചിട്ടാ? ചില്ലറ പേടിയൊന്നുമല്ല. എനിക്കും പേടിയുണ്ട്. ഓ പേടിയുണ്ട്? ഇല്ല. ഇന്ന് എന്താണെന്നറിയില്ല, ചേച്ചി അനിയത്തി പോട്ടി പോലെ പറയുന്നത്. എനിക്ക് പേടിയില്ല എന്നൊക്കെ പറയുന്നത്. പാത്രം കഴുകാണ്ട്. അച്ചുട്ടിയെ അതാരാ ചെയ്യാ? മടുത്തു. എന്താ കുറച്ച് നേരമൊക്കെ അത് കഴിഞ്ഞാൽ പറയും സ്കൂൾ തുറന്നാൽ മതിയായിരുന്നു. സ്കൂൾ തുറക്കുകയാണ് പറഞ്ഞാൽ ഒന്നും പറയില്ലല്ലോ എന്ന്. രാവിലെ പോയാൽ പിന്നെ വൈകുന്നേരത്തെ അല്ലേ, പിന്നെ ശനിയാഴ്ച ഞായറാഴ്ച ഒരു ദിവസമല്ലേ പറയുള്ളൂ. എന്താ ഇറച്ചി ഏട്ടൻ്റെ കൂട്ടുകാരന്മാർ വരുമ്പോൾ, ഏട്ടൻ്റെ കൂട്ടുകാരന്മാരല്ല കേട്ടോ, ഏട്ടൻ്റെ കൂട്ടുകാരൻ വരുമ്പോൾ ഇറച്ചി കൊണ്ടെന്ന് പറഞ്ഞില്ലേ, എന്താട്ടോ ഇറച്ചി. ഇനി ഇതിൽ വെള്ളം ഒന്ന് വറ്റിയെടുക്കണം. എന്താ വെച്ച ഇഷ്ടാവുമോ എന്നറിയില്ല. ഞാൻ മീനച്ചാറൊക്കെ ഉണ്ടാക്കി കൊടുത്ത വീഡിയോ ഒക്കെ ഞാൻ കാണിച്ചിരുന്നല്ലോ. മീനച്ചാറൊക്കെ ഉണ്ടാക്കിയിട്ട് അവർക്ക് അടിപൊളിയായിരുന്നു എന്ന്. ഈ പെയിൻ്റ് ഉണ്ടോ? ഇത് ഞങ്ങൾ ഇതുവരെയായിട്ട് ഉപയോഗിച്ചില്ല കേട്ടോ. അങ്ങനത്തെ പെയിൻറ്റ് ഞങ്ങൾക്കിത് ഗിഫ്റ്റ് കിട്ടിയത്. ഇത് ഗിഫ്റ്റ് കിട്ടിയതാണ്. അപ്പോൾ അമ്മു എന്താ ചിത്രം വരയ്ക്കുന്നതൊക്കെ നമ്മൾ വീഡിയോയിൽ കാണിച്ചിരുന്നല്ലോ. അപ്പോൾ എറണാകുളത്തുള്ള സുധ ചേച്ചി നമുക്ക് തന്നതാണ് കേട്ടോ. ഇത് മാത്രമല്ല, എന്താ പൊന്നൂസൊക്കെ കളിക്കുന്ന ചെറിയ വണ്ടിയില്ലേ, ആ വണ്ടിയൊക്കെ
ആനയൊക്കെ ഉള്ളത് അവർ കളിക്കണില്ലേ, അതും ആ ചേച്ചി തന്നതാണ് കേട്ടോ. ഇത് ഇന്നാണ് വന്നത്. അവരുടെ കളിപ്പാട്ടമൊക്കെ നാളെ നമ്മളെ വീഡിയോയിൽ കാണിച്ചിരുന്നു. അതാ കണ്ടോ, എന്താ അമ്മു അത് കണ്ടപ്പോൾ തന്നെ അമ്മൂന് ഭയങ്കര സന്തോഷമായിട്ടോ. കാരണം അവൾക്ക് എന്താ വരയ്ക്കാമല്ലോ, ചിത്രങ്ങൾ വരയ്ക്കുക, പൂക്കളുകൾ ഉണ്ടാക്കുക. അപ്പോൾ അവൾ പറയണേ ഇത് ഞാൻ മറന്നിരിക്കുകയായിരുന്നു കേട്ടോ, വീഡിയോയിൽ കാണിക്കേണ്ട കാര്യം മറന്നതാണ്. അപ്പോഴേക്കും വേഗം അമ്മയ്ക്ക് സമ്മാനം കിട്ടിയത് പറയേണ്ടതെന്ന്. പക്ഷെ അമ്മൂന് എന്താ വെച്ചാൽ ഒന്നും ഇങ്ങോട്ട് ഫ്രീ ആയിട്ട് വരുന്നില്ല. ഒരുപാട് നന്ദിയുണ്ട് പറ. ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഇപ്പൊ 10ാം ക്ലാസ്സിലെ കുട്ടികൾ എന്നൊക്കെ പറയുമ്പോൾ എന്തൊരു ഉഷാറായിട്ട് ചടപടയെന്ന് പറയണല്ലേ. പക്ഷെ അവൾക്ക് ഭയങ്കര മടിയാണ് കേട്ടോ. ഞങ്ങൾ എന്നിട്ട് പറയും ഇങ്ങനെ മടിച്ച എങ്ങനെ ശരിയാവും അമ്മൂട്ടി, ഉഷാറായി വരട്ടെ. ഉഷാറായി വരാം. അവൾക്ക് പേടിക്കാൻ പാടില്ല. അമ്മയും അച്ഛയും പറയുന്നത് കേട്ടില്ലേ, എന്താ പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ ഒരുപാട് മാർക്ക് വാങ്ങി അങ്ങനെ ഇതാവണം എന്നൊന്നുമില്ല. പിന്നെ എന്തിന്റെ ടെൻഷനാ? നമ്മളൊരു കാര്യം നമ്മളെ കൊണ്ട് കഴിയില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം കഴിയില്ല. എന്നെ കൊണ്ട് നടക്കും. ഈ കോലത്തിരിക്കണ ഞാൻ വ്ളോഗിൽ വരാനും വീഡിയോക്ക് കൂടെ നിൽക്കാനും ഒക്കെ പറ്റുന്നില്ല, ഞാൻ ചെയ്യുന്നില്ലേ. എനിക്ക് എന്റെ രൂപം വെച്ചിട്ടോ എന്റെ സംസാരിക്കുന്ന രീതി വെച്ചിട്ടോ എനിക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. എന്നിട്ട് നീ നമുക്ക് നിർത്താതെ ഇങ്ങനെ വർത്താനം പറയാൻ പറ്റും, നല്ല രീതിക്ക് വർത്താനം പറയാം. പക്ഷെ എനിക്കതിന് പറ്റില്ല. ഞാൻ എന്നാലും ഇതൊന്നും എല്ലാം പിന്നിക്കിട്ടുണ്ടാവും. പറ്റുന്നത് സംസാരിക്കുന്നില്ലേ, സംസാരിക്കണമോ. നമ്മളെ കൊണ്ട് കഴിയില്ല, നമ്മളെ അടുത്ത് കൊണ്ട് കഴിയില്ല എന്ന് വിചാരിച്ചാണ് ചെയ്യേണ്ടത്. ഒന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. നമ്മളെ കൊണ്ട് കഴിയില്ല എന്ന് തോന്നുന്നിടത്ത് എന്തോ അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരുപാട് നന്ദിയുണ്ട് സമ്മാനം തന്നെ. അപ്പൊ ചിത്രമൊക്കെ വരച്ചിട്ട് കാണിച്ചു തരില്ലേ അമ്മോ? വെട്ടിയിട്ട് കാണിച്ചു കൊടുക്കില്ലേ? കാണിച്ചു തരാം. ഏട്ടാ ഞാൻ അതൊന്ന് ഇളക്കട്ടെ. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കളർ അറിയോ? ഇത് ലൈറ്റ് കളറാ, ഡാർക്ക് കളറല്ല. അപ്പൊ കോഴികൾക്ക് തിന്നാൻ കൊടുക്കട്ടെ. കോഴി അതിൻ്റെ ഉള്ളിലാ. കോഴിക്കുട്ടികളൊക്കെ ഇതാ കൂട്ടി കറക്കുന്ന കോഴി. അമ്മയ്ക്ക് പാത്രം കഴുകലും അങ്ങനെ ഓരോരോ പണി അമ്മയ്ക്കും കിടക്കുന്നു. എന്താ അവിടെ പരിപാടി? പിള്ളേരുണ്ടോ അവിടെ? എന്താ പരിപാടി? അമ്മക്കറിയില്ല. ബാക്കിയൊക്കെ എവിടെ? അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടാവും. ഇവിടുന്ന് പോയാലടി വരുള്ളൂ. ഇവിടെ നീ എങ്ങനെ വരും? ഫുൾ എടുത്തിടുന്നു. വെള്ളം വെച്ചു കൊടുക്കട്ടെ. വെള്ളം കുടിച്ചോ. പപ്പിക്ക് കുശുമ്പായി. അച്ചുല്ലേ ക്രിസ്മസിന് ഡാൻസ് കളിക്കുന്ന വീഡിയോ കിട്ടിട്ടോ, അത് ഞാൻ പറയാൻ മറന്നുപോയി. അത് എന്താ അച്ചു എങ്ങനെ ഇങ്ങനെയൊക്കെ അടിപൊളിയായി കളിക്കുന്നു കേട്ടോ. എങ്ങനെ ഇങ്ങനെ 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 എന്ത് എന്താ അവളുടെ ഡാൻസ് കളിക്കലെന്നറിയോ അമ്മു? എന്താ അച്ചു ഡാൻസ് കളിക്കുന്ന കുഞ്ഞല്ലേ? ഇതെങ്ങനെ കുഞ്ഞെങ്ങനെ എങ്ങനെ ആ ഇങ്ങനെ ഇങ്ങനെ അത് കുറേ കുട്ടികളുണ്ടല്ലോ. എന്താ 5ൽ പഠിക്കുമ്പോഴാ 4ൽ പഠിക്കുമ്പോഴാ നമ്മൾ ഡാൻസിന് കൂടിയത്? 2 പഠിക്കുമ്പോ. ആ ഫോട്ടോ ഉണ്ട് കേട്ടോ നമ്മുടെ അടുത്ത്. എന്താ അപ്പൊ 1ലും കൂടി അമ്മ 2ലും ഡാൻസിനും കൂടിയിട്ടോ സ്കൂളിൽ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവർ ഡാൻസിനും കൂടുതൽ നിർത്തി. അവൾക്ക് എന്താ പിന്നെ ആഗ്രഹമില്ല. ഇപ്പോൾ ആകെ ഇപ്പം എന്താണെന്നറിയോ, ദിവസം രാവിലെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അമ്മ. ആക്റ്റീവ് ആയിരുന്നു എല്ലാത്തിലും.
എല്ലാരിലും കരാട്ടക്കിടക്ക് അമ്മ ചേർന്നിട്ടുണ്ട്. കരാട്ടയ്ക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞില്ലേ. പിന്നെ പെട്ടെന്ന് 10ാം ക്ലാസ് ആയപ്പോൾ കുട്ടി എന്തിനാണ് ലിറ്റിൽ കൈൽസിൽ അവൾക്ക് ഉണ്ട്. ലിറ്റിൽ കൈസ് എന്തിനൊക്കെ ഉണ്ട് അതിലെല്ലാം ഉള്ളതാണ്. ഞാനായിട്ടുള്ളതുമ്പോ എന്താ വേണ്ടത്? പെട്ടെന്ന് പഞ്ചറായതുപോലെ ഒരൊറ്റമുണ്ടാണ്. ഇങ്ങനെ പഞ്ചർ അയ്യോ കളിയാക്കണൊക്കെ. ഇത് നമ്മളെ അവിടേക്ക് കൊണ്ടേക്കട്ടെ കേട്ടോ. മഴ പെയ്ത് കഴിഞ്ഞാൽ ആകെപ്പാട് പെട്ടു. ഇതാ ഈ ഉണങ്ങിയ തുണികളൊന്നും എടുത്തേക്കണേ. നൈസ്. അതാത് എന്താണ് വടി വന്ന് കടിക്കേ? അത് നീ അങ്ങനെ കാണിച്ചു കൊടുത്തിട്ടല്ലേ. പെണ്ണേ എൻ്റെ കുട്ടീനെ കാട്ടണ്ട കേട്ടയ്യേ. പപ്പു കണ്ടില്ലേ നമ്മൾ വരുമ്പോ വാതിലൊക്കെ പൊളിക്കണോ അവിടെ. ചോറ് വയ്ക്കണം കേട്ടോ. ദീപം 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 ദീപം. എന്താ പോ തിരിച്ചു പോവാ തിരിച്ചു പോവാ. ഞങ്ങൾ ബെൽറ്റ് കൊടുക്കട്ടെ ആർക്കെങ്കിലും പോയിട്ട്. ഏട്ടൻ്റെ അടുത്തേക്കാണ് ഓടി വരുന്നത്. നോക്ക് പാമ്പ്. അയ്യോ അയ്യോ പാമ്പ് പാമ്പ്. കാട് കയറായതാ ചേര മൂർഖനല്ലേ. അയ്യോ കിച്ചൂടനെ കാണിച്ചു കൊടുക്ക്. കണ്ടോ ഇനി പുല്ല് വാങ്ങിക്കൊടുക്കണം. അവര് വയറിളക്കാൻ വേണ്ടിട്ട് ചെയ്യുന്നത് അത്രയല്ലേ ഏട്ടാ. അത് നമ്മൾ വിരടെ ഗുളികയൊക്കെ വാങ്ങിക്കൊടുക്കാറുണ്ട് കേട്ടോ. എന്താല്ലേ പാമ്പ്. കിച്ചൂട്ടനെ കാണിച്ചു കൊടുത്തത് നന്നായേ ഉള്ളൂ. ഇല്ലെങ്കിൽ എന്താണെന്നറിയോ, കിച്ചൂട്ടൻ മിണ്ടിയ അവിടേക്ക് ഇറങ്ങി ഓടുക. അതുകൊണ്ടാണ് കേട്ടോ അവനെ വിളിച്ച് കാണിച്ചു കൊടുത്തത്. ഇല്ലെങ്കിൽ മീന് അവിടെ തോട്ട് പോവുക, മീൻ പിടിക്കുക, എന്നിട്ട് ഇവിടെ കൊണ്ടുവന്നിടുക. ഈ മീൻ പിടിക്കുന്ന സമയത്ത് ഇതാണെങ്കിൽ നല്ല ചൂടല്ലേ. ആ ചൂട് കാരണമാണ് തവളി ആമയൊക്കെ ഉള്ളത് മോളിക്ക് കയറി വരുന്നത്. ഇത് പറഞ്ഞാൽ ഇവർക്ക് മനസ്സിലാവണ്ടേ. ബാപ്പുവാ എന്താ കിടക്കുന്ന കിടത്തം. മസാജ് ചെയ്ത് കൊടുക്കാനാണ്. കണ്ടോ ഇങ്ങനെ ഇങ്ങനെ കണ്ടോ. എന്താണ് പോ എന്താണ് സുഖണ്ടോ കണ്ടോ. ഇവർക്കില്ലേ ഈ എന്താ എൻ്റെ ഒരു ഇത് കേട്ടോ. ഈ പപ്പികൾക്ക് എന്താ പപ്പികൾക്കില്ലേ അവരെ ഇണക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്നറിയോ. ഇതെവിടെ ഇങ്ങനെ അപ്പയ്ക്കും ചിലവർ പറയും അവരെ കടിക്കുന്നു. പക്ഷെ ഇവരോടെ സ്നേഹത്തിൽ ഇങ്ങനെ വിളിച്ചിട്ട് ഇവിടെ ഇങ്ങനെ മാന്തി കഴിഞ്ഞാൽ കണ്ടോ ലേട്ടാ എത്ര നേരമാണെങ്കിലും നമ്മുടെ അടുത്ത് ഇങ്ങനെ ഇരുന്നോളൂ കേട്ടോ. ഇവരിങ്ങനെ നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ആദ്യം ഒരു ചീർപ്പ് പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നതാണ് ഇവനെ ഇങ്ങനെ ഇതാക്കാനുള്ളത്. വാല് നോക്ക് വാലൊക്കെ. നിങ്ങൾക്ക് കുറേ പേർക്ക് പപ്പുവിനെ ഇഷ്ടമാണെന്ന് അറിയാം കേട്ടോ. പപ്പു അയ്യോ പൂച്ച വേണ്ട, എനിക്ക് പൂച്ചേനെ ഇഷ്ടമല്ല കേട്ടോ. ഇതാണ് സുന്ദരിക്കുട്ടിയാണ്. ഇത് സുന്ദരിക്കുട്ടി. സുന്ദരിക്കുട്ടിയല്ല സുന്ദരക്കുട്ടൻ. ഞങ്ങൾ എന്താ കൊണ്ടുവരുന്ന സമയത്ത് ഇപ്പം കറുത്ത കളറായിരുന്നു. അവൻ്റെ ചെറുപ്പത്തെ ഫോട്ടോസൊക്കെ കണ്ട അറിയും. ഒരു കറുത്ത് ചകിരിയുടെ ഒരു കളറായിരുന്നു കേട്ടോ. ഇപ്പൊ അവന്റെ കളറൊക്കെ മാറി. വാശി പിടിച്ച് കൊണ്ടുവന്നാണ്. കോട്ടയത്തുനിന്ന് പാലക്കാട് വന്ന് താമസിക്കാൻ യോഗ ഉണ്ട് വെനിലേട്ടാ. അപ്പുറത്തെ വീട്ടിലത്തെ ബാംഗ്ലൂർ ദേഷ്യം വന്ന്. പക്ഷെ അധികം വരെ അങ്ങനെ ദേഷ്യം വരില്ല കേട്ടോ. ഒറ്റ പ്രശ്നമേ ഉള്ളൂ. എന്താണെന്നറിയോ, പരിചയമില്ലാത്തവർ അവൻ്റെ എന്താ പെട്ടെന്ന് പോയിട്ട് ഇങ്ങനെ കൈയിട്ട് തൊടാനൊക്കെ പിടിക്കില്ലേ, അതൊന്നും അവന് ഇഷ്ടമല്ല. ഒന്ന് കുറച്ച് നേരം ഒന്ന് വിളിച്ച് വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞു വെച്ചാൽ എല്ലാവരോടും ഇണങ്ങണ ഒരു സ്വഭാവമല്ലമോ. കാട് പോയപ്പോഴേ ഇവിടെ തന്നെ കുറേ ഐശ്വര്യമായില്ലേട്ടാ. ഇവിടെ കുറേ ചീര ഉണ്ടായിരുന്നതാണ് കേട്ടോ. ആ ചീരയൊക്കെ പോയി. ഞാൻ 2 പ്രാവശ്യം അത് ചീര പറിച്ചിട്ട് അല്ല ചീര കാട് പോട്ടെ. ഇവിടെ ഒന്നും എന്തായാലും പോവില്ല. കനാലിൻ്റെ ഉള്ളിലത്തൊക്കെ പോയി. ചകിരി നല്ല ഉണങ്ങിയേക്കുന്നു. ഇവിടെ കൊണ്ടേ വെച്ചാൽ എന്താട്ടാ ഇപ്പൊ കനാല് നല്ല വൃത്തിയായി. കനാല് നല്ല വൃത്തിയാവും ചെയ്തു. കുറേ പേർക്ക് കുറേ വിറകും കിട്ടിയില്ലേട്ടാ. എത്ര പേർക്ക് വിറക് കിട്ടി വെച്ചിട്ടാ. അല്ലെങ്കിൽ അത് അങ്ങനെ കടന്ന് നശിച്ചു പോവല്ലേ.
ആഗ്രഹമാണ് കേട്ടോ. എന്താണെന്ന് പറയുക, നമ്മുടെ കല്യാണ വാർഷിക സമയത്ത് വീട്ടിൽ പാല് കാച്ചലോ അല്ലെങ്കിൽ കയറി താമസമോ നടക്കണം എന്നുള്ളത്. അത് നടക്കുമോന്നൊന്നും അറിയില്ല. നമ്മൾ ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അല്ലാതെ എനിക്കൊരാഗ്രഹം എന്താ വെച്ചാൽ, ഞാൻ അവിടേക്കും വന്നത് മെയ് 6-ാം തീയതി. അപ്പോൾ നമ്മുടെ പുതിയ വീട്ടിലേക്ക് നമ്മൾ കയറുമ്പോഴും ആ ദിവസം നമ്മൾ കയറണം എന്നൊരാഗ്രഹം എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നടക്കുമോ കാര്യങ്ങളൊന്നുമില്ല. കുറേ കൂട്ടുകാർ ഇങ്ങനെ വിളിച്ചിട്ട് ചോദിച്ചിരുന്നു, ചേച്ചി മെയ് 6-ാം തീയതി മാറുമോ, സ്കൂളൊക്കെ ഇല്ലാത്ത സമയമൊക്കെ ആയിരിക്കുമോ വീട് കയറി താമസം എന്നൊക്കെ ഉള്ളത്. നമ്മുടെ ഒരു ആഗ്രഹം പറഞ്ഞു. ഇനിയിപ്പോൾ പാല് കാച്ചിലെന്നുള്ളൂ, കയറി താമസം ഒരു ഞായറാഴ്ച നോക്കിയിട്ട് ചെയ്യൂ. കയറി താമസം അതന്നെ. ഇപ്പൊ പാല് കാച്ചിൽ തന്നെ അന്നുണ്ടോന്ന് നമുക്ക് പറയാൻ പറ്റും. ദിവസം വരികയാണെങ്കിലും ഇപ്പൊ അന്നത്തെ ഒരു മുഹൂർത്തം കിട്ടണ്ടേ. നമ്മളിപ്പോ അങ്ങനെ അതന്നെ കല്യാണ സമയത്ത് മെയ് 6 ഒരു മുഹൂർത്തമാണ് പറഞ്ഞിട്ട് വീട് കയറിക്കുള്ള ഒരു മുഹൂർത്തം കൂടി നോക്കണ്ടേ. അപ്പൊ എന്റെ അമ്മ വിളിച്ചപ്പോ അമ്മ പറയുക ചെയ്തിട്ടോ, ഈ എന്താ ഇങ്ങനെ മെയ് 6 എന്ന് പറഞ്ഞത്, ഇങ്ങനെ കയറി താമസം അതേപോലെ തന്നെ നമ്മുടെ കല്യാണം കാര്യങ്ങൾക്കൊക്കെ ഇത് നമ്മള് ഓരോരുത്തർക്കും ഓരോ വിശ്വാസമല്ലേ. അത് നോക്കിയിട്ട് ചിലപ്പോൾ മെയ് 6-ാം തീയതി കയറാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കയറാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് നമ്മൾ എനിക്കൊരാഗ്രഹം, എല്ലാ ആഗ്രഹങ്ങളും നമ്മുടെ നടന്നുകൊള്ളണം എന്നില്ലല്ലോ. ഇനി അതാ ഒരു കൊള്ളിയുണ്ട് കേട്ടോ, വലിയൊരു കൊള്ളിയാണ്. അത് എടുക്കാൻ പറ്റിയാണ്ട് കിടക്കുകയാണ്, കണ്ടില്ലേ. അത് വെട്ടിക്കൊണ്ടിരണം ആ ഒരു വിറക്. ഇന്നലെ പുകച്ചിട്ടേ ഇപ്പോൾ ഇതാ കണ്ടില്ലേ, ഇത് കളഞ്ഞിട്ട് നമുക്ക് ഒന്ന് പുകയ്ക്കട്ടെ. പുകച്ചിട്ടില്ല പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭയങ്കര കൊതു കേട്ടോ. പോയില്ല, എത്രയേ ഉള്ളൂ പണി. നമുക്ക് അവിടെ കൊണ്ടുപോയി വെക്കട്ടെ കേട്ടോ. പുക ഉണ്ടോ, ഇനി കുറച്ച് കഴിയുമ്പോഴേക്കും നല്ല പുക ഉണ്ടാവും കേട്ടോ. അപ്പം തന്നെ കണ്ടില്ലേ എന്താ കൊതു വെച്ചിട്ടാ. പപ്പുവിൻ്റെ കൂടിൻ്റെ അവിടെയും വെക്കണം. എന്തൊരു കൊതുക് വെച്ചിട്ടാ. ഇതിനെക്കാട്ടിലും കൊതുകാണ് അവൻ്റെ അവിടേക്കില്ലേട്ടാ. നല്ല കൊതുകാണ് കേട്ടോ. കോഴിക്കൂടും കൂടി അവിടെ അടുത്തായതും കൊണ്ടേ നല്ല ബുദ്ധിമുട്ടാണ്. കുറച്ച് ചോറ് വെക്കണ്ടുള്ളൂ കേട്ടോ, ചിലപ്പോൾ തികയില്ല എന്ന് വിചാരിച്ചിട്ട് വെക്കുകയാണ്. പിന്നെ നമ്മൾ കള്ളപ്പം ഉണ്ടാക്കിയപ്പോഴേ കുറേ കൂട്ടുകാർ പറഞ്ഞിരുന്നു ഇങ്ങനെയല്ല കള്ളപ്പം ഉണ്ടാക്കുക എന്നുള്ളത്. ഓരോ ഭാഗത്ത് ഓരോ രീതിയിലല്ലേ ഉണ്ടാക്കുക. നമ്മുടെ വീട് ഇങ്ങനെയാണ് കേട്ടോ കള്ളപ്പം ഉണ്ടാക്കുക. ദോശ ഉണ്ടാക്കണ പോലെ ഉണ്ടാക്കും. മറിച്ചിട്ടിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ മറിച്ചിട്ടു എന്ന് മാത്രം. പിന്നെ ആവിയിൽ വേവിച്ചെടുക്കണതിന് വട്ടയപ്പം, ആവിയിൽ വേവിച്ചെടുത്ത് മുറിച്ച് കഴിക്കണേന്ന് ഞങ്ങൾ ഇവിടെ വട്ടയപ്പം എന്നാണ് പറയുക. അത് നമ്മൾ ഈ പച്ചരി അരച്ച് കള്ളും അതേപോലെ തന്നെ തേങ്ങയും ഏലക്കായും പഞ്ചസാരയും ഇട്ടിട്ട് നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ കിണ്ണത്തിൽ ഒഴിച്ചിട്ടുണ്ടാക്കിയിട്ട് മുറിച്ചെടുക്കണതിന് വട്ടയപ്പം എന്ന് പറയും കേട്ടോ. ഇതിനെ നമ്മൾ കള്ളപ്പം എന്നാണ് പറയാറ്. അപ്പോൾ കള്ളപ്പം ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് ജീരകം ഇടാറുണ്ട്, അതേപോലെ ചെറിയുള്ളി ഇടാറുണ്ട്, വെളുത്തുള്ളി ഇടാറുണ്ട്, പിന്നെ തേങ്ങയും ചോറും. നമ്മൾ ഉണ്ടാക്കണതല്ലേ നമുക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. കാണുന്നവരുടെ ഭാഗത്ത് എന്താണോ അതാണ് ശരിയെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ അവിടെ നമ്മൾ എന്താണോ അതിന് നമ്മളതല്ലേ വീഡിയോ ഇടാൻ പറ്റും. തിരുവനന്തപുരത്ത് എന്താണോ ഇതിനെ പറയുക, നമുക്ക് തിരുവനന്തപുരത്തെ ഭക്ഷണമാണ് ഇടാൻ പറ്റില്ല, നമുക്ക് അറിയില്ലല്ലോ അത്. അല്ല, ഇനി നിങ്ങൾ ഉണ്ടാക്കുന്ന രീതി പറഞ്ഞു തരൂ, എന്നാലല്ലേ നമുക്കറിയുള്ളൂ. അപ്പൊ നമുക്കറിയാലോ, നമ്മൾ തന്നെ ഉണ്ടാക്കണ ശരിയെന്ന് പറയാൻ പറ്റില്ല. കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ വലിയേട്ടൻ ഒരു ചെത്തുകാരനായിരുന്നു. കള്ള് ചെത്തണ ഒരാളാണ് കേട്ടോ എൻ്റെ ഏട്ടൻ. മൂത്തേട്ടൻ ചെത്തുകാരനായിരുന്നു. പിന്നെ എടുപ്പുവേനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഏട്ടൻ ചെത്ത് നിർത്തിയതാണ്. അപ്പോൾ നമ്മൾ ആദ്യം മുതലേ ഈ കള്ള് കൊണ്ടുവരുമ്പോൾ ഇങ്ങനെ ഉണ്ടാക്കണതാണ്. അപ്പോൾ നമുക്ക് ഇതാണ് കള്ളപ്പം. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഉണ്ടാക്കുന്ന രീതി ഇങ്ങനെയാണ്. വട്ടയപ്പം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ അതിൽ ചെറിയുള്ളിയോ വെളുത്തുള്ളിയോ ഒന്നും കൂട്ടില്ല. ഏലക്കായും പഞ്ചസാരയും അതേപോലെ തേങ്ങയും പച്ചരിയും പാടെ അരച്ചിട്ട് നമ്മൾ ഉണ്ടാക്കും കേട്ടോ. കുറുക്കൊക്കെ കാച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കും. അത് സ്പോഞ്ച് പോലെ ഇട്ടിട്ടുണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്രിസ്മസ് ആവുന്ന സമയത്ത്, പിന്നെ എൻ്റെ മൂത്ത ഏട്ടൻ്റെ ഭാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇവിടെ നിന്നല്ല, അവരിങ്ങനെ പറയില്ല സ്റ്റേറ്റുകാർ എന്ന് പറയില്ല, അങ്ങനെയുള്ള അവരാണ്. അപ്പോൾ അവർക്ക് ഈ മീനാണോ വെച്ചാലും അതേപോലെ തന്നെ ഈ കള്ളപ്പം കാര്യങ്ങളെല്ലാം ഉണ്ടാക്കാൻ അവർക്ക് അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ അറിയാം കേട്ടോ. അപ്പോൾ അവരുടെയൊക്കെ കണ്ടിട്ട് നമ്മൾ ഞാൻ എന്നിട്ട് ഇങ്ങനെ സംശയം വന്നിട്ട് ഞാൻ യൂട്യൂബിൽ അടിച്ചു നോക്കി കള്ളപ്പം ഇങ്ങനെയല്ലേ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കള്ളപ്പം ഉണ്ടാക്കുക നോക്കിയപ്പോൾ യൂട്യൂബിലും ഇതന്നെയാണ് കേട്ടോ, സെയിം ആണ് ഉണ്ടാക്കുന്നത്. ഓരോ ഭാഗത്തുള്ള ഓരോ രീതിക്ക് നമ്മളിപ്പോ നീ പറഞ്ഞ വട്ടയപ്പല്ലേ, അതും കള്ളൊഴിച്ച് ഉണ്ടാക്കുന്നത് തന്നെയാണ്. പിന്നെന്താ കള്ളൊഴിച്ചിട്ട് തന്നെ ഉണ്ടാക്കുകയെ, അതിന് കള്ളപ്പം എന്ന് പറയാം. പക്ഷെ എന്താ വെച്ചാൽ നമ്മളിവിടെ പറയുന്ന വട്ടപ്പാണ്. അപ്പോൾ കള്ളപ്പം എന്ന് പറഞ്ഞ വീഡിയോ ഇടുമ്പോൾ നമ്മള്
ഈ കള്ളപ്പത്തിന് കള്ളപ്പം കള്ളപ്പെന്ന് പറയും. ഇത് മറച്ചിടണ്ടെന്ന് പറയല്ലേ, ശരിക്കും ഇത് മറച്ചിടേണ്ട ആവശ്യമില്ല. ഞാൻ അത് മറച്ചിട്ടിട്ട് ഉണ്ടാക്കിയെന്ന് മാത്രം. ഇഡ്ഡലി ചെമ്പിന്റെ അടപ്പ് വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കണം. അല്ല, ആദ്യം മറിച്ചിടാണ്ട് ഉണ്ടാക്കിയത്. അപ്പൊ ഞാനത് പറഞ്ഞു ഏട്ടൻ പറഞ്ഞു വെന്തോട്ടെ, ഇനിയിപ്പോ വേവാതിരിക്കണ്ടെന്ന് പറഞ്ഞ് മറിച്ചിടാൻ പറഞ്ഞതാണ്. ഏട്ടൻ പറഞ്ഞപ്പോ ഞാൻ ഇനി കേട്ടില്ല എന്ന് വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. എന്താ അപ്പോൾ ഇത് സംശയമുള്ളവർ നിങ്ങൾ ഞാൻ പറഞ്ഞില്ലേ പറഞ്ഞു തരും. ഓരോ ഭക്ഷണ രീതികൾ നമുക്ക് പറഞ്ഞു തരുമ്പോഴല്ലേ നമുക്ക് ഇന്നതാണ് അവരുടെ ഭാഗത്തുള്ള ഭക്ഷണം എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതൊന്ന് പറഞ്ഞു നമുക്ക് ആ രീതിക്ക് ഉണ്ടാക്കി നോക്കാം. പിന്നെന്താ, അതൊക്കെ കാരണം അതൊക്കെ നല്ലതാണ്. നമ്മുടെ ഭാഗത്തുള്ളത് നമ്മൾ ഉണ്ടാക്കുന്നത് ശരിയെന്ന് നമുക്ക് ഓരോരുത്തരും ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ. പലരും പല രീതിയിലല്ലേ ഉണ്ടാക്കുക കേട്ടാ. അതിനൊക്കെ പല രുചികളുണ്ട്. അപ്പൊ അങ്ങനത്തെ കിട്ടുമ്പോൾ അത് നമുക്ക് നല്ലത്. അങ്ങനെ ഉണ്ടാക്കി നോക്കുമ്പോൾ നമുക്ക് വേറെ ഒരു വീഡിയോ ചെയ്യാനും ഒക്കെ പറ്റുമല്ലോ. ഒരുപാട് പഠിച്ചതാവണമെന്നൊന്നും അമ്മ പറയുന്നില്ല. പക്ഷെ എന്താ പഠിക്കണ്ട, അവൾക്ക് നല്ല പഠിച്ച് നല്ല മാർക്കും വാങ്ങണം. പക്ഷെ ചെറിയൊരു പേടിയുണ്ട് കേട്ടാ. അത് പേടിയില്ലാതിരിക്കില്ലല്ലോ. ബാക്കിയുള്ളവരെ നമ്മുടെ അടുത്ത് എല്ലാവരും ചോദിക്കുന്നല്ലേ എന്താ അമ്മൂൻ്റെ റിസൾട്ട് എന്ന്. ഇനി എത്ര ആളോട് സമാധാനം പറയണ്ട. അപ്പം അതിൻ്റെ ഒരു പേടി ആ കുട്ടിക്ക് ഇല്ലാതിരിക്കില്ല. ബാക്കിയുള്ളവരെ പോലെ ഇല്ല. നമ്മളെന്ന് പറഞ്ഞാൽ എത്ര ആളോട് സമാധാനം പറയണം, എത്ര ആൾ അന്വേഷിക്കും. അപ്പം അവർ അതൊക്കെ ആലോചിക്കുമ്പോൾ കുട്ടിക്ക് പേടിയില്ലാതിരിക്കില്ല. അല്ല, നമ്മളെ കുട്ടിയെ പേടിപ്പെടുത്തിയിട്ടല്ല. നമ്മളിങ്ങനെ പറയും, എപ്പോഴും പറയും അമ്മു കുട്ടി റിസൾട്ട് വന്നു കഴിഞ്ഞാൽ എത്ര ആൾ അത് കേൾക്കാൻ, നല്ല രീതിക്കുള്ള റിസൾട്ടാണെന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന എത്ര ആൾക്കാരുണ്ടാവും. എല്ലാവർക്കും ഒപ്പം വിളമ്പ്. വീഡിയോക്ക് വരാം. വരും 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 വരും. അപ്പു അച്ചു ഒക്കെ വരും. മക്കളെ കയ്യഴിക്കോളി പോയിട്ട്. ചോറുണ്ട് കഴിഞ്ഞാലേ നേരത്തെ നമുക്കേ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചിട്ട് കിടക്കാം കേട്ടാ. അങ്ങനെയൊക്കെ വിചാരിക്കും. ചോറ് അമ്മുട്ടി, നമ്മുടെ കുട്ടിക്ക് ചൂടുള്ള ചോറ് വേണോ? ആർക്കൊക്കെ ചൂടുള്ള പറയണം കേട്ടോ. എന്താ അമ്മൂന് ചൂടുള്ള ചോറാണ് കേട്ടോ ഏറ്റവും ഇഷ്ടം. എന്തോ സാധനം അമ്മൂന് ചൂടുള്ളത്. ചോടണം അവർക്ക് മറ്റേ അടിപൊളി വണ്ടിയല്ല എൻ്റെ വിറകുകൾ കണ്ടോ. മഴ ചാറുന്നുണ്ട് കേട്ടോ. മഴ ചാറി പോയോ? എൻ്റെ വിറകൊക്കെ അവിടെ കിടക്കുകയാണ്. കുറച്ച് വിറക് ഇല്ലേ, ഇങ്ങോട്ട് എടുത്ത് വെക്കണേ. ഇല്ലെങ്കിലേ നാളെ മഴ പെയ്താൽ പെട്ടു പോകും. ഇന്ന് രാത്രി പെയ്ത അനിയനും അപ്പോൾ മക്കളൊക്കെ കഴിക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ എല്ലാവരും പാടെ ഒന്നിച്ച് അവിടെ ഇരിക്കാന്ന് പറഞ്ഞിട്ടേ. അപ്പോൾ പിന്നെ ഞാൻ വീഡിയോയിൽ കാണിച്ചില്ല കേട്ടോ. അമ്മൂട്ടി മാത്രം ഇവിടെ ഉണ്ട് തോന്നുന്നു. അല്ലേ, അമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട്. അതാ ചിക്കൻ കറി എന്ന് പറയാൻ കഷ്ണമൊന്നുമില്ല, ചാറ് മാത്രമേ ഉള്ളൂ. ഉരുളക്കിഴങ്ങ് ചിക്കനും എങ്ങനെയാണെന്ന് പറയാം, കുറച്ചുള്ളൂ പേരിനെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പം ഇനി അതെന്താ വെച്ചാൽ അങ്ങനെ ആക്കിയെന്ന് മാത്രം. ഒരു ദിവസം അങ്ങനെ കഴിഞ്ഞു പോകുമല്ലോ അത് വിചാരിച്ചിട്ട്. പിന്നെന്താ കുറച്ച് നമുക്ക് വെച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മതിയോ എനിക്ക് ചൂടുള്ളത്? തന്നത് മൊത്തം കഴിക്കണം കേട്ടോ. കുറച്ച് തന്നാ കേട്ടോ. അത് കുറച്ച് തന്നെ ഉള്ളു. അപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ പറയണത് എന്താണെന്നറിയോ? ഇനി ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ വെച്ചാൽ ഇനി വീഡിയോ എടുക്കാനുള്ള സമയമൊന്നുമില്ല കേട്ടോ. അതാണ്ടോ മഴച്ചാറിൽ വന്നിട്ട്. അപ്പോൾ അവിടെ അപ്പുറത്ത് കണ്ടില്ലേ കുറേ ഉണങ്ങിയ വിറകുകൾ. ആ വിറകുകളൊക്കെ ഒന്നും എടുത്തേക്കണം പറയാൻ പറ്റില്ല. രാത്രിയിൽ പിന്നെ നീച്ചോടേണ്ടി വരും. അപ്പോൾ കുറച്ച് വിറകുകളൊക്കെ ഇവിടെ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ഇനി കുറച്ച് കൂടുതൽ കൊണ്ടുവന്ന് നിർത്തേ. പെട്ടെന്ന് മറ്റു മഴ പെയ്ത് കഴിഞ്ഞാലേ എല്ലാം നനഞ്ഞതാവില്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം കേട്ടോ.